കാസർഗോഡും കോഴിക്കോടും കണ്ണൂരും ഒക്കെ മലപ്പുറത്തും ഒക്കെ എത്തുമ്പോൾ ഫുട്ബോൾ അല്ലാതെ മറ്റെന്ത് ലഹരി. അതുകൊണ്ട് ഞാനൊരു താരത്തെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. നമ്മളുടെ സുരേഷ് എം ആണ്. സുരേഷ് എം ഇന്ത്യൻ താരമായിരുന്നു. ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈസ്റ്റ് ബംഗാളിൽ അല്ലേ, ഈസ്റ്റ് ബംഗാളിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു സുരേഷ്. സുരേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എത്ര വർഷം മുമ്പായിരുന്നു ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ക്യാപ്റ്റനായി കളിച്ചത്? ക്യാപ്റ്റനായിട്ട് 2 വർഷം, 7 വർഷം ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. 7 വർഷം ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചു. ഇന്ത്യൻ ടീമിൽ ഒരു 7 വർഷം കളിച്ചിട്ടുണ്ട്. 7 വർഷം ആർക്കെതിരെ കളിച്ചിട്ടുണ്ട്? ഏകദേശം എല്ലാ ടീമും എല്ലാ രാജ്യത്തിലും കളിച്ചിട്ടുണ്ട്. ഏതായിരുന്നു പൊസിഷൻ? ഡിഫൻഡർ ആയിരുന്നു. ഇന്ത്യൻ ടീമിന്റെ കരുത്തിലിട്ട ഡിഫൻഡറാണ് നമ്മുടെ സുരേഷ് എം. ഫുട്ബോളാണ് ലഹരി. ഇവിടെ നാഷണൽ ടീമിന്റെ കോച്ചിങ് ടീമിലുണ്ടായിരുന്നു, ക്യാമ്പിലുണ്ടായിരുന്നു. എന്താ പേര്? ഷീബയും ഒരു നാഷണൽ ഫുട്ബോളറാണ്. ഇത്തരം നാട്ടിലേക്കൊക്കെ വരുമ്പോൾ ഈ ഗ്രാമങ്ങളിൽ ഇങ്ങനെ കുറേ കായിക താരങ്ങളുണ്ട്. മലപ്പുറത്ത് പോയാൽ കാണാം, കാസർഗോഡ് പോയാൽ കാണാം. ഫുട്ബോൾ ലഹരിയാക്കിയ മനുഷ്യനാണ്. ഫുട്ബോളാണ് ലഹരി. തീർച്ചയായും ഫുട്ബോൾ തന്നെയാണ് ലഹരി. ഇപ്പോഴും കളിക്കാറുണ്ടോ? ആണ്. ഇപ്പം കോച്ചാണോ? മറ്റോ കോച്ചിങ് ചെയ്യുന്നു. സാക്കിന്റെ കോച്ചാണ്, ജില്ലാ കോച്ചാണ്. അങ്ങനെയുണ്ട്. നല്ല ടാലന്റ് ഉള്ള പിള്ളേരൊക്കെ വരുന്നുണ്ട്. തീർച്ചയായും. ഈ പെൺകുട്ടികൾ കുറച്ച് മടിക്കുന്നുണ്ടോ ഈ ഫുട്ബോളിലേക്ക് വരാൻ? ഇല്ല, ഇപ്പൊ പെൺകുട്ടികളും ഫുട്ബോളിലേക്ക് കടന്നു വരുന്നുണ്ട്. അവര് ഇതിന് എന്താ പറയാ, ഫുട്ബോൾ ഇപ്പൊ എല്ലാവർക്കും ഫുട്ബോൾ തന്നെയാണ് ലഹരി. ഫുട്ബോൾ തന്നെ ആവണം ലഹരി. തീർച്ചയായും അത് തന്നെ ആവണം ലഹരി. ഈ ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്ത് ഒരു മെഡിക്കൽ ഫിറ്റ്നസ് വരുമല്ലോ, അപ്പം ഒരു ഹെൽത്ത് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു മെന്റലി ഭയങ്കരമായിട്ട് നമ്മളെ കമ്പോസ്ഡ് ആയിരിക്കും അല്ലേ? തീർച്ചയായും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായും അതിനെ നേരിടാൻ പറ്റുമല്ലോ. 100%. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സുരേഷ്, നമ്മുടെ ഈ പുതിയ ഒരുപാട് ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ISL ഒക്കെ വന്നതിന് ശേഷം, ഈ വേൾഡ് കപ്പ് മാച്ച് കാണുന്നതിന് ശേഷം, പണ്ടൊക്കെ ക്ലബ്ബ് കളികളാണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അവസരം കിട്ടത്തക്ക രീതിയിൽ കാര്യങ്ങൾ മാറുന്നു. പക്ഷേ ഇപ്പോഴും നമുക്ക് അർജന്റീനയുമായിട്ടോ ബ്രസീലുമായിട്ടോ മത്സരിക്കുന്ന സ്വപ്നം കാണാനേ പറ്റുള്ളൂ. ഇല്ല, അതിന് നമ്മൾ എന്തായാലും കഠിനാധ്വാനം ചെയ്തിട്ട് പറ്റും. കാരണം ഇപ്പോൾ നമ്മൾ കളിക്കുന്ന സമയത്ത് ഇത്രയും സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കാം, നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ട്, കാസർഗോഡ് ജില്ലയിൽ ഗ്രൗണ്ട് ഇല്ല. പല കുട്ടികളുടെയും കാൽ ബൂട്ട് പോലും ഇല്ല. പണ്ട് ഇന്ത്യൻ ടീം ലോകകപ്പിന്റെ ഫൈനലിൽ കളിക്കാൻ പോയ അവസ്ഥയാണ്. നമുക്ക് കാസർഗോഡ് ജില്ലയ്ക്ക് ഇപ്പോൾ ആകെ 2 സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ. നീലേശ്വരത്ത് സ്റ്റേഡിയം ഉണ്ട്, പിന്നെ തൃക്കരിപ്പൂർ സ്റ്റേഡിയം. അപ്പോൾ പല പരിമിതികളും കൊണ്ടാണ് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് കായിക താരങ്ങൾ, ഫുട്ബോളിൽ മാത്രമല്ല വേറെയും കായിക താരങ്ങൾ ഒരുപാടുണ്ട്. ഫുട്ബോളിൽ ഒരുപാട് തൃക്കരിപ്പൂർ ഒരു പഞ്ചായത്തിൽ തന്നെ 10-12 സന്തോഷ് ട്രോഫി താരങ്ങളുണ്ട്. പക്ഷെ അവിടെ ഗ്രൗണ്ട് ഇല്ല. അതാണ് ഈ കളിക്കാർക്ക് വേണ്ടത്ര മൈതാനങ്ങൾ ഒരുക്കി കൊടുക്കുക. സർക്കാരിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ ഓരോ പഞ്ചായത്തിലും ഓരോ മൈതാനം എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് ടർഫുകൾ ഉണ്ടാവുന്നുണ്ട്. ടർഫുണ്ട്, ചെറിയ ടർഫുകളുള്ളൂ. പക്ഷേ ഒരു ചെറിയ ടർഫിൽ കളിച്ചിട്ട് കാര്യമില്ല. വലിയ ടൂർണമെന്റ് ഒന്നും കളിക്കും. ടർഫിൽ കളിക്കാൻ ഭയങ്കര ടർഫിൽ ഇഞ്ചുറി വരുന്നത് ഏറ്റവും കൂടുതൽ. ഇത് ഞാൻ പരിചയപ്പെടുത്താം. ഗോപാലൻ ഇവിടുത്തെ ജില്ലാ കോച്ചാണ്, ജില്ലയുടെ കോച്ചാണ്, റാഫിയുടെ ഒക്കെ കോച്ചാണ്. അതാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്. ടർഫിൽ ഫുട്ബോൾ കളിക്കുന്നവർക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ഇഞ്ചുറി വന്നിട്ടുണ്ട്. കാരണം അതിന്റെ ഫോർമേഷൻ തെറ്റാണ്. നല്ല ഫസ്റ്റ് ക്വാളിറ്റി അല്ല ഇവിടെ എടുത്തിരുന്നത്. 3rd and 4th ക്വാളിറ്റിയാണ് ഇവിടെ ഫോർമേഷൻ നടത്തുന്നത്. പിന്നെ കുട്ടികൾ വളരെ ഇൻട്രസ്റ്റ് ഫോർ ഫുട്ബോൾ, അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. പക്ഷെ വേണ്ടത്ര മൈതാനങ്ങൾ, പുൽമൈതാനങ്ങൾ നമ്മൾ നാട്ടിൽ വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് അല്ലേ? നമ്മുടെ ജില്ലാ അസോസിയേഷന്റെ ലഹരി വിരുദ്ധ പരിപാടി ഉണ്ടല്ലോ, എന്താണത്? അത് ഉദ്ഘാടനം ചെയ്തേക്കാം. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. പേര് വീരമണി ചെറുതൂർ. നമ്മുടെ പേര്? എന്റെ പേര് കുഞ്ഞികൃഷ്ണൻ. കേരള പോലീസിന്റെ ഫുട്ബോൾ കോച്ചായിരുന്നു. ശരി. അപ്പോൾ ഒരു ഭാഗത്ത് കേരള പോലീസിന്റെ ഫുട്ബോൾ കോച്ചായിരുന്നു. ഫെഡറേഷൻ കപ്പിന്റെ ചാമ്പ്യൻസ് ആവുന്ന സമയത്ത് കേരള പോലീസിന്റെ കോച്ചായിരുന്നു. ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ഉണ്ട്, നമ്മുടെ വനിതാ ടീമിന്റെ കോച്ചുണ്ട്, ഒപ്പം ജില്ലാ ഫുട്ബോൾ ടീമിന്റെ കോച്ച് നമുക്കൊപ്പം ഉണ്ട്. അപ്പോൾ കേരളത്തിലെ കാസർഗോഡ് മിക്കവാറും ഫുട്ബോളിലെ അധികായന്മാരെല്ലാം നമുക്കൊപ്പം ഉണ്ട്. ഇവർ നമ്മളെ കൊണ്ട് ഒരു ഉദ്ഘാടനം നിർവഹിക്കാൻ വന്നിട്ടുണ്ട്. ആ ഉദ്ഘാടന പരിപാടി എന്താണെന്ന് വീരമണി പറയും. എന്താണ് പരിപാടി? ഞങ്ങൾ സാക് ഫുട്ബോൾ അക്കാദമി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ ഞങ്ങളുടെ ജേഴ്സി നോ ഡ്രഗ്സ് നോ വയലൻസ് ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ കുട്ടികളെ മുഴുവൻ പൂർണ്ണമായും ഭാവി തലമുറയെ ലഹരി വിമുക്തമാക്കാനുള്ള പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും അതിന് രൂപം നൽകിയിട്ടുണ്ട്. ഫുട്ബോളാണ് ലഹരി, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്ലോഗൻ. ടിവിക്ക് ഈ ക്യാമ്പയിനുമായി സഹകരിക്കുന്നതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ജേഴ്സി പുറത്തിറക്കാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി കോഴിക്കോട് ജില്ലാ സ്പോർട്സ് അക്കാദമി അല്ലേ, കാസർഗോഡ് ജില്ലാ സ്പോർട്സ് അക്കാദമിയുടെ ഈ ജേഴ്സി നമ്മൾ പുറത്തിറക്കുകയാണ്. നോ ഡ്രഗ്സ് നോ വയലൻസ്, ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നതാണ് നമ്മൾ. അത് എനിക്ക് തന്നുകൊണ്ടാണ് നിർവഹിക്കുന്നത് SAK കേരള. ഇതാണ് ക്യാമ്പയിൻ. നോ ഡ്രഗ്സ് നോ വയലൻസ് എന്ന ക്യാമ്പയിനാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇതാണ് ജേഴ്സി, റൈറ്റ്? ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ജേഴ്സി നമ്മൾ റിലീസ് ചെയ്യുന്നു. എൻ്റെ ഈ ജേഴ്സിയുടെ ഒരറ്റം പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ടീമിലെ കളിക്കാരനാണ്, നമ്മളുടെ ഈസ്റ്റ് ബംഗാളിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ നമ്മൾ ഈ ജേഴ്സി റിലീസ് ചെയ്യുന്നു. നോ ഡ്രഗ്സ് നോ വയലൻസ്, ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നതാണ്
ഫുട്ബോൾ ആവട്ടെ നമ്മുടെ ലഹരി, കളിക്കളങ്ങളാവട്ടെ നമ്മുടെ ലഹരി ഇടങ്ങൾ. എന്തായിരിക്കണം നമ്മുടെ ലഹരി? ഓ, ലഹരി എന്താണ്? ഗ്രേറ്റ്. ഫുട്ബോൾ ആണ് ലഹരി, കായികമാണ് ലഹരി എന്നുള്ളതാണ്. താങ്ക്സ് ഓൾ. ഗംഭീരമാണ്. ഇത്രയും ഇനിഷ്യേറ്റീവുകൾ ഉണ്ടാവട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് ഈ പരസ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാകുമ്പോൾ അതിനൊരു ഇമ്പാക്ട് ഉണ്ടാവും ഹൃദയത്തിൽ, അല്ലേ? ഗ്രാമാന്തരങ്ങളിൽ നിന്ന് കുട്ടികളെ ഞങ്ങളെ കണ്ടെത്തി ഓക്കെ. ലഹരി മുക്തം ആക്കണം ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. ഫുട്ബോളിൽ കൂടി ഓക്കെ. എവിടെയാണോ ഗ്രാമങ്ങളിൽ നല്ല കുട്ടികൾ ജീവിക്കുന്നത്, കളിക്കുന്നത്, അവരൊക്കെ ഞങ്ങൾ ഫ്രീ കോസ്റ്റിലാണ്. ഓക്കെ, വെരി ഗുഡ്. അത് ഫ്രീ ആണ്. അപ്പം ഷാക്കിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഗംഭീരമാവട്ടെ, ഉഷാറാവട്ടെ. സുരേഷിനെ പോലെ, സുരേഷിനേക്കാൾ ഒരുപടിക്ക് മേൽ നിൽക്കുന്ന നല്ല കളിക്കാരുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മാം. താങ്ക്സ് എ ലോട്ട്. നമുക്കിനി ലഹരി വിരുദ്ധ പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞ കൂടി എടുത്തിട്ട് നിങ്ങൾ മടങ്ങാവൂ.